ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നലെയായിരുന്നു നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെ. ആൻഡ് നമുക്കറിയാം അനുമോളാണ് ജയിച്ചത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു അനുമോൾ ആൻഡ് ഓൾസോ അനീഷേട്ടൻ, ബിക്കോസ് അനീഷേട്ടനാണ് ഫസ്റ്റ് റണ്ണറപ്പായിട്ട് വന്നത്. ഇപ്പോൾ അനുമോൾ ജയിച്ചതിന് ശേഷം ഞാനിങ്ങനെ കുറേ വീഡിയോസിൻ്റെ കമൻറ്റ് സെഷനിലൊക്കെ കണ്ടു. ഇത് PR-ൻ്റെ വിജയമാണ്, അനുമോളല്ല യഥാർത്ഥ വിന്നർ ആവേണ്ടിയിരുന്നത് അനീഷേട്ടനായിരുന്നു. ആൻഡ് അനുമോൾക്ക് PR ഉള്ളത് കൊണ്ട് മാത്രമാണ് അനുമോൾ വിജയിച്ചതെന്ന്. സോ അതുകൊണ്ടിപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരാൾക്ക് PR ഉണ്ട് എന്ന് കരുതി എല്ലാ ആൾ ജയിക്കണം എന്നില്ല. ബിക്കോസ് ബിഗ് ബോസിലുണ്ടായിരുന്ന മിക്ക കോണ്ടസ്റ്റൻസിനും PR ഉണ്ടായിരുന്നു. അതിലെനിക്ക് തോന്നുന്നു നെവിന് മാത്രം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. സോ അവർക്കും ജയിക്കായിരുന്നു. ഈ PR കൊണ്ട് മാത്രമാണ് നമ്മൾ ജയിക്കുന്നതെങ്കിൽ അവർക്കും ജയിക്കായിരുന്നു. സോ അങ്ങനെ ജയിക്കാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു PR കൊണ്ട് മാത്രം ജയിക്കില്ല. നമ്മൾ ഇന്നലെയാണെങ്കിൽ തന്നെ എല്ലാ വീക്കിലെയും എവിക്ഷൻ്റെ വോട്ടിംഗ് റിസൾട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ അനു ഏതൊക്കെ ഇതിൽ വന്നിട്ടുണ്ടോ, ഏതൊക്കെ എവിക്ഷനിൽ വന്നിട്ടുണ്ടോ അതിലെല്ലാം അനു ലീഡ് ചെയ്തിട്ടുണ്ടോ വോട്ടിൻ്റെ കാര്യത്തിൽ. സോ അനു ഒരു ഫസ്റ്റ് റണ്ണറപ്പ് ആവേണ്ടതായിരുന്നു. ഞാൻ വിജയി എന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് അനു ഫസ്റ്റ് റണ്ണറപ്പ് ആയേനെ. ഡെഫിനറ്റ്ലി വിന്നർ അനീഷേട്ടൻ ആവാനായിരുന്നു ചാൻസ്. അപ്പോഴാണ് നമ്മുടെ സ്റ്റോറിയിലോട്ട് വലിയൊരു ട്വിസ്റ്റായിട്ട് നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഫൈനൽ വീക്കിൽ ഒരു എൻട്രി നടത്തിച്ചത്. അവർ വരികയും അതിൽ മെജോറിറ്റി ആൾക്കാരും അനുവിനെ കോൺട്ര ചെയ്ത് സംസാരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. എസ്പെഷ്യലി നമ്മുടെ ശൈത്യ, അതുപോലെ തന്നെ അക്ബർ ഓൾറെഡി ഉള്ള കണ്ടസ്റ്റൻ്റാണ്. പക്ഷേ ശൈത്യ, അതുപോലെ തന്നെ അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ RJ ബിൻസി, ഇവരെല്ലാം കൂടെ വന്നിട്ട് അനുവിനെ കോർണർ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അനുവിൻ്റെ ഫ്രണ്ട്സായിരുന്ന ആദില, നൂറ, ഇവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അനുവിനെ എഗെയിൻസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും നോക്കുമ്പോൾ, ഓഡിയൻസ് നോക്കുമ്പോൾ പാവം ഒരു കുട്ടി, അവളെ മാത്രം കോൺട്ര ചെയ്ത് എല്ലാവരും സംസാരിക്കുന്നു. സോ അങ്ങനെ അനുവിന് കുറച്ച് സിമ്പതി വോട്ട് ഡെഫിനറ്റ്ലി കിട്ടിയിട്ടുണ്ട്. ഒരു PR മാത്രമല്ല, ലാസ്റ്റ് വീക്കിൽ ഈ കോണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കിയ ഒരു എൻട്രിയും അവർ വന്ന് അനുവിനുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അത്ര വലുതായിരുന്നു. ബിക്കോസ് അവർ കയറി വന്നതുകൊണ്ടാണ് അനു ഒരു ഫസ്റ്റ് റണ്ണറപ്പിൽ നിന്നും ഒരു വിന്നറായതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അനീഷേട്ടൻ ജയിക്കേണ്ടത് തന്നെ ആയിരുന്നു. ആ ഒരു ട്രെൻഡ് വെച്ചിട്ട് അനീഷേട്ടനായിരുന്നു ജയിക്കേണ്ടത്. പക്ഷേ ലാസ്റ്റ് വീക്ക്, ഒരൊറ്റ വീക്കും കൊണ്ടാണ് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ ആ ഒരു വിന്നറിനൊരു മാറ്റം വന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു എല്ലാ കാര്യവും നമുക്കങ്ങനെ PR-ൻ്റെ തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. കുറച്ചൊക്കെ കോണ്ടസ്റ്റൻസിന് പറ്റിയ ഒരു അവർ ചിന്തിക്കണമായിരുന്നു. ഇങ്ങനെ അവരൊരു ലാസ്റ്റ് വീക്കിൽ കയറി അവരുടെ ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്താൽ ആ ഒരു വ്യക്തിക്ക് അവിടെ കിട്ടാൻ പോകുന്ന സിമ്പതി വോട്ടിനെ കുറിച്ച് അവർ ചിന്തിക്കേണ്ടതായിരുന്നു. ബിക്കോസ് എല്ലാ സീസണിലും നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്, ആരെയൊക്കെ നമ്മൾ കോൺവർ ചെയ്യുന്നോ ആ ആൾക്കാരൊക്കെ ജയിക്കാറുണ്ട്. സോ ഇത് ഈ കോണ്ടസ്റ്റൻസൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ഇപ്പോൾ ഇറങ്ങി നിന്നിട്ട് അനു PR കാരണമാണ് ജയിച്ചതെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അനുവിൻ്റെ അവിടുത്തെ PR ആയിരുന്നു ഈ പറയുന്ന ശൈത്യയും ബിൻസിയും ഒക്കെ എന്ന് ഞാൻ പറയും. ബിക്കോസ് അവർ കാരണമാണ് അനുവിന് കുറച്ചും കൂടെ വോട്ട്സ് കൂടുതൽ കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ നൂറ ആൻഡ് ആദില, അവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നൂറ ഒരു ടോപ്പ് 5 വരേണ്ട കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരുന്നു. നൂറ ഡിസേർവിങ് ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് വീക്കിൽ ഈ പറയുന്ന ശൈത്യ വന്ന് നൂറേനെ ആദിലേനെ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് അതാണ് അവരുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക്. കാരണം ലാസ്റ്റ് വീക്കിൽ വന്നവരൊക്കെ പറയുന്നതൊക്കെ അവരങ്ങ് വിശ്വസിച്ചു. അപ്പോൾ അത് കേട്ട് അവിടെ കളിച്ചത് കൊണ്ടാണ് ഈവൻ നൂറ പോലും ഒരു ടോപ്പ് 5 കാണാണ്ട് പുറത്തായതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ അനീഷേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ അനീഷേട്ടൻ ഒരു കോമണറായിട്ട് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ അത്രയും സെലിബ്രിറ്റീസ് ഉണ്ടായിട്ടും അവരെയൊക്കെ തോൽപ്പിച്ച് അനീഷേട്ടൻ ഒരു റണ്ണറപ്പ് ആയിട്ടുണ്ട്. സോ അതിന് അനീഷേട്ടനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ബാക്കി എല്ലാവർക്കും, അതായത് ഷാനവാസിക്ക, അതുപോലെ തന്നെ അക്ബർ ഖാൻ, അതുപോലെ തന്നെ നെവിൻ, എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഇനി ഈ സീസൺ കഴിഞ്ഞു, ഇതിനൊരു വിന്നറായി. അപ്പം ഇനി കൂടുതൽ കാര്യങ്ങൾ, ആ സീസണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പൊക്കിപ്പിടിച്ച് വരാണ്ടിരിക്കുന്നതാണ് ഇതിലെ കണ്ടസ്റ്റൻസിനും അതുപോലെ തന്നെ നമ്മൾ പ്രേക്ഷകരും. ഈ സീസൺ കഴിഞ്ഞു, അതിലൊരാൾ വിന്നറായി, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. കപ്പ് കിട്ടേണ്ട ആൾക്ക് കപ്പ് കിട്ടിയിട്ടുണ്ട്. സോ ഇതും കൊണ്ടുള്ള കോൺട്രവേഴ്സീസൊക്കെ ഇവിടം കൊണ്ട് തന്നെ അവസാനിക്കട്ടെ.
അപ്പം ഒന്നും കൂടി എല്ലാവർക്കും വലിയൊരു കൺഗ്രാജുലേഷൻസ്. ടോപ്പ് 5, ടോപ്പ് 7, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ കോണ്ടസ്റ്റൻസിനും നല്ലൊരു കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു അടുത്ത സീസൺ വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാം അല്ലേ. അപ്പം ശരി, ബൈ.